നമ്മുടെ ബൈബിൾ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതമരുളുന്നു. സൂം പ്ലാറ്റ്ഫോമിലും യൂട്യൂബിലും ഈ ബൈബിൾ ക്ലാസ് ശ്രദ്ധിക്കുന്ന ഓരോരുത്തർക്കും ഹൃദ്യമായ സ്വാഗതം അരുളുകയാണ്. ദൈവത്തിൻ്റെ വചനമാണ് നാം പഠിക്കുന്നത്. ആ വചനം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ പ്രയോജനങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം ആളുകളെ രൂപാന്തരപ്പെടുത്തുന്നു, ട്രാൻസ്ഫോം ചെയ്യുന്നു. അത് നമ്മെ നിത്യതയ്ക്കായിട്ട് തയ്യാറാക്കുന്നു, സജ്ജരാക്കുന്നു. അതോടുകൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലേക്കും സ്വരൂപത്തിലേക്കും ഛായയിലേക്കും നമ്മുടെ ജീവിതങ്ങളെ മാറ്റുകയും ഈ ദൈവവചനം ചെയ്യുന്നുണ്ട്. ആകയാൽ നമുക്ക് ദൈവവചനം ഇന്ന് രാത്രി ശ്രദ്ധയോടെ കൈക്കൊള്ളാം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 31 വരെയുള്ള വചനങ്ങളാണ് ഇന്ന് നാം പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ആ ഭാഗത്തേക്ക് തിരിയാം. അതിനെ 3 ഭാഗമായിട്ട് തിരിച്ച് ആണ് ഇന്ന് പഠിക്കുന്നത്. 1-ാം ഭാഗം 1 മുതൽ 12 വരെയുള്ള വചനങ്ങളാണ്. അതിൻ്റെ ഹെഡിങ്, അതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ കുടുംബജീവിതത്തിൻ്റെ അഥവാ വിവാഹ ജീവിതത്തിൻ്റെ പരിപാവനത എന്നുള്ള വിഷയമാണ് കർത്താവായ യേശു തൻ്റെ ശിഷ്യന്മാരെയും ജനങ്ങളെയും പഠിപ്പിക്കുന്നത്. ദ സേക്രഡ്നെസ് ഓഫ് മാരേജ്. ഇന്ന് നാം ആ കാര്യമാണ് ആദ്യം ചിന്തിക്കാൻ പോകുന്നത്. 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നോക്കാം. വിശേഷാൽ 1ഉം 2ഉം വാക്യങ്ങൾ ആദ്യം വായിക്കാം. അവിടെ നിന്ന് അവൻ പുറപ്പെട്ട് യോർദാൻ അക്കരെ യഹൂദ്യദേശത്തിൻ്റെ അതിരോളം ചെന്നു. പുരുഷാരം പിന്നെയും അവൻ്റെ അടുക്കൽ വന്നുകൂടി. പതിവ് പോലെ അവൻ പിന്നെയും ഉപദേശിച്ചു. അപ്പോൾ പരീശന്മാർ അടുക്കെ വന്നു. ഭാര്യയെ ഉപേക്ഷിക്കുന്നത് പുരുഷന് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു. ഈ ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയാണ്. യേശു കഫർന്നഹൂമിലായിരുന്നു ആ സമയത്ത്. അത് ഗലീല തടാകത്തിൻ്റെ അടുത്തുള്ള ഒരു പട്ടണമാണ് കഫർന്നഹൂം. അവിടെ നിന്ന് യേശു തൻ്റെ യാത്ര തെക്കൻ ദേശങ്ങളിലേക്ക്, ഇവിടെ പറയുന്നു യഹൂദ്യയുടെ അതിരോളം, യഹൂദ്യ ദേശത്തിൻ്റെ അതിരോളം ചെന്നു. അവിടെ യോർദാൻ നദിയുടെ ആ ഭാഗത്ത് യേശു അവിടെ വന്നപ്പോൾ, അവിടെ ജനങ്ങൾ വന്നുകൂടിയപ്പോൾ അവരെ വീണ്ടും ഉപദേശിച്ചു. നമുക്കറിയാം യേശുവിൻ്റെ ഒടുവിലത്തെ യാത്രയാണിത്. ഗലീല വിട്ട് അദ്ദേഹം യെരൂശലേമിലേക്ക്, ആ ഭാഗത്തേക്ക് യാത്ര തിരിച്ചു. ഇനി തിരിച്ച് ഗലീലയിലേക്ക് താൻ പോകുന്നില്ല. യെരൂശലേമിൽ തനിക്ക് പിതാവ് ഒരുക്കിയ ആ ഒരു ക്രൂശ് മരണത്തിലേക്ക് താൻ മുമ്പോട്ട് പോവുകയാണ്. ഇവിടെ ശമര്യയുടെയും യഹൂദ്യദേശത്തിൻ്റെയും അതിരിൽ ആ ഭാഗത്താണ് യേശു ഇപ്പോൾ വന്നിരിക്കുന്നത്. അവിടെ വന്നപ്പോൾ ഇവിടെ നാം കാണുന്ന 2-ാം വാക്യത്തിൽ പരീശന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. നല്ല ഉദ്ദേശത്തോടെ അല്ല ഈ പരീശന്മാർ യേശുവിനെ സമീപിക്കുന്നത്, മറിച്ച് അവനെ ഒന്ന് പരീക്ഷിക്കണം, ഏതെങ്കിലും വാക്കിൽ യേശുവിനെ ഒന്ന് കുടുക്കാൻ കഴിയുമോ എന്ന് വിചാരിച്ചാണ് യേശുവിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നത്. നമ്മുടെ ചിന്തകളെയും ഭാവങ്ങളെയും കർത്താവിന് അറിയാം. ഇവരുടെ ചിന്തകൾ അത് പരീക്ഷിച്ചുള്ള ചോദ്യമാണെന്ന് പരിശുദ്ധാത്മാവ് അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അവിടെ നാം എന്തിനാണ് ദൈവവചനം കേൾക്കുന്നത്, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയ്ക്കോ ഒരു കൂട്ടായ്മയ്ക്കോ എന്തിനാണ് പോകുന്നത്, എന്താണ് നമ്മുടെ ഉദ്ദേശം, അത് ദൈവത്തിന് അറിയാം. എല്ലാ സമയത്തും നല്ല മനസ്സോടെ, നല്ല ഉദ്ദേശത്തോടെ വേണം നാം കൂട്ടങ്ങൾക്ക് പോകാനും കാര്യങ്ങൾ ചെയ്യാനും. സുവിശേഷ വേലയാകട്ടെ, ഏത് കാര്യമാണെങ്കിലും, മറ്റുള്ളവരെ സഹായിക്കുന്നതാകട്ടെ, നല്ല ഉദ്ദേശത്തോടെ ചെയ്യണം. കാരണം നമ്മുടെ ചിന്തകളെയും ഉദ്ദേശങ്ങളെയും അതിൻ്റെ പുറകിലുള്ള താല്പര്യങ്ങളെയും ദൈവം ഇങ്ങനെ അളന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ 2-ാം വാക്യത്തിൽ അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു. എന്താണ് ചോദിച്ചത്? ഗുരോ, ഭാര്യയെ ഉപേക്ഷിക്കുന്നത് പുരുഷന് വിഹിതമാണോ, ശരിയാണോ? ഈസ് ഇറ്റ് ലോഫുൾ ഫോർ എ മാൻ ടു പുട്ട് അവേ ഹിസ് വൈഫ്? വേറെ രീതിയിൽ പറഞ്ഞാൽ, വിവാഹമോചനം നീ അനുവദിക്കുന്നുണ്ടോ എന്നാണ് യേശുവിനോട് ചോദിച്ചത്. ഇവിടെയുള്ള കുടുക്ക് എന്താണെന്ന് വെച്ചാൽ, യേശുവിൻ്റെ മറുപടി വെച്ച് യേശുവിനെ ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ് അവർ വന്നിരിക്കുന്നത്. 2 രീതിയിൽ യേശുവിന് മറുപടി കൊടുക്കാം. ഞാൻ അതിനെ അനുകൂലിക്കുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ ഞാൻ അതിന് എതിരാണ് എന്ന് പറയാൻ സാധിക്കും. എതിരാണെന്ന് പറയുകയാണെങ്കിൽ യേശു പരീശന്മാരുടെ പക്ഷത്താണ് എന്ന് അവർക്ക് മനസ്സിലാകും. കാരണം പരീശന്മാരൊക്കെയും വിവാഹ മോചനത്തെ എതിർക്കുന്നവരാണ്. എന്നാൽ വിവാഹമോചനം ശരിയാണ്, ഓക്കെ, കുഴപ്പമില്ല, അതിന് പ്രശ്നമില്ല എന്ന് യേശു പറയുകയാണെങ്കിൽ, നമുക്കറിയാം അന്ന് ഭരിക്കുന്ന ഹെരോദ രാജാവ് വിവാഹമോചനം നടത്തി തൻ്റെ സഹോദരൻ്റെ ഭാര്യയെ വിവാഹം കഴിച്ച ഒരു ആളാണ് അവിടെ രാജാവായിരിക്കുന്നത്. അതുകൊണ്ട് വിവാഹമോചനം ശരിയല്ല എന്ന് പറഞ്ഞാൽ അത് ഹെരോദാവിനെ പിണക്കുന്ന ഒരു കാര്യമാണ്. ചുരുക്കി പറഞ്ഞാൽ
യേശുവിനെ ഏതെങ്കിലും രീതിയിൽ വാക്കിൽ കൊടുക്കാമോ എന്നാണ് അവർ പരിശോധിച്ചുകൊണ്ട് വരുന്നത്. 3 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നോക്കാം. വേഴ്സസ് 3-9. അവൻ അവരോട്, മോശെ നിങ്ങൾക്ക് എന്ത് കൽപ്പന തന്നു എന്ന് ചോദിച്ചു. ഉപേക്ഷണപത്രം എഴുതി കൊടുത്ത് അവളെ ഉപേക്ഷിപ്പാൻ മോശെ അനുവദിച്ചു എന്ന് അവർ പറഞ്ഞു. യേശു അവരോട്, നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തമത്രേ അവൻ നിങ്ങൾക്ക് ഈ കൽപ്പന എഴുതി തന്നത്. സൃഷ്ടിയുടെ ആരംഭത്തിങ്കിലോ ദൈവം അവരെ ആണും പെണ്ണുമായി ഉണ്ടാക്കി. അതുകൊണ്ട് മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. അങ്ങനെ അവർ പിന്നെ രണ്ടല്ല, ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ യേശു നിയമത്തിൻ്റെ വാക്കുകൾ വെച്ചല്ല സംസാരിക്കുന്നത്. മോശെ എന്ത് പറഞ്ഞു എന്നുള്ള കാര്യം വെച്ചൊന്നും അല്ല യേശു സംസാരിക്കുന്നത്. മറിച്ച് വിവാഹത്തിൻ്റെ ആത്മീകമായ അന്തസത്തയിലേക്കാണ് ഇവിടെ യേശു വിരൽ ചൂണ്ടി സംസാരിക്കുന്നത്. നമുക്ക് ഇവിടെ നോക്കാൻ സാധിക്കും. 4-ാം വാക്യത്തിൽ അവർ പറഞ്ഞു, ഉപേക്ഷണപത്രം എഴുതി കൊടുത്ത് ഭാര്യയെ ഉപേക്ഷിപ്പാൻ മോശെ അനുവദിച്ചു എന്നവർ പറഞ്ഞു. നമുക്ക് ആവർത്തന പുസ്തകം 24-ാം അധ്യായം 1-ാം വാക്യത്തിൽ മോശയുടെ കൽപ്പന വായിക്കാൻ സാധിക്കും. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ തിരഞ്ഞെടുത്ത് വിവാഹം ചെയ്ത ശേഷം അവളിൽ ദൂഷ്യമായ വല്ലതും കണ്ടിട്ട് അവന് അവളോട് അനിഷ്ടം തോന്നിയാൽ ഒരു ഉപേക്ഷണപത്രം എഴുതി കയ്യിൽ കൊടുത്ത് അവളെ വീട്ടിൽ നിന്ന് അയക്കണം. ഇവരുടെ ഹൃദയകാഠിന്യ നിമിത്തം ഈ ഇസ്രായേൽ ദേശത്തുള്ള ഈ പുരുഷന്മാർ കഠിനഹൃദയന്മാരാണ്. അതുകൊണ്ട് അവർക്ക് ഒരു നിയമം, ഒരു അനുവാദമായിട്ട് കൊടുത്തതാണ്. അതാണ് യേശു അവരോട് പറയുന്നത്. മുതൽ 9 വരെയുള്ള വചനങ്ങളിൽ നാം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒറിജിനൽ പർപ്പസ്, ഒറിജിനൽ പ്ലാൻ, ദൈവത്തിൻ്റെ ആദ്യത്തെ വിവാഹത്തെ സംബന്ധിച്ചുള്ള പദ്ധതി ഇങ്ങനെ ആയിരുന്നില്ല എന്ന് യേശു ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. എന്താണ് ദൈവം ആദിയിൽ പ്ലാൻ ചെയ്തത്? വിവാഹം ഒരായുഷ്കാലം മുഴുവനും നിലനിൽക്കേണ്ട ഒരു കാര്യമാണെന്നാണ് ദൈവം ആദ്യം തന്നെ പ്ലാൻ ചെയ്ത് ഏദൻ തോട്ടത്തിൽ ആദമിനെ ഹവ്വയും ആക്കിയപ്പോൾ അവരെ ആ രീതിയിലാണ് അവരെ ഏദൻ തോട്ടത്തിലാക്കിയത്. അതാണ് ദൈവത്തിൻ്റെ ആദ്യത്തെ പ്ലാൻ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 24-ാം വചനം നോക്കുക. ജെനസിസ് 2:24. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായി തീരും. 9-ാം വാക്യം മർക്കോസ് 10:9. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. നിങ്ങളുടെ സ്വന്തം വിവാഹത്തെ പിരിക്കാനോ ഡിവോഴ്സ് ചെയ്യാനോ നിങ്ങൾക്ക് അനുവാദമില്ല. മറ്റാരുടെയെങ്കിലും കുടുംബ ബന്ധത്തെ തകർക്കുവാൻ നിങ്ങൾ ഒരിക്കലും ഇൻസ്ട്രുമെൻ്റൽ ആകരുത്. അതിന് നിങ്ങൾ ഒരു കരുവായി തീരരുത്. നിങ്ങളുടെ അഭിപ്രായം കൊണ്ടോ ഏതെങ്കിലും രീതിയിൽ ഒരു വിവാഹത്തെ പിരിക്കുവാൻ നിങ്ങൾ അതിന് ഒരു ഇൻസ്ട്രുമെൻ്റായി തീരരുത് എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവമാണ് വിവാഹം എന്ന സ്ഥാപനത്തെ തുടങ്ങി വച്ചത്. അതിൻ്റെ സ്ഥാപകൻ ദൈവമാണ്. അതുകൊണ്ട് ആ വിവാഹം ഓരോ വിവാഹത്തെ സംബന്ധിച്ചും ഒരു ലൈഫ് ടൈം, ഒരു ജീവിതകാലം മുഴുവനും നീണ്ടു നിൽക്കേണ്ട ഒരു കാര്യമായിട്ടാണ് നാം വിവാഹത്തെ കാണുന്നത്. ഓക്കെ, എന്നാൽ ചില എക്സെപ്ഷൻസ് ഉണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 32-ാം വാക്യം. മാത്യു 5:32. ഞാനോ നിങ്ങളോട് പറയുന്നത്, യേശു പറയുകയാണ്, പരസംഗം ഹേതുവായിട്ടല്ലാതെ അഥവാ വ്യഭിചാര ദോഷം കാരണമായിട്ടല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവനെല്ലാം അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു. ഉപേക്ഷിച്ചവളെ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ വ്യഭിചാരം ചെയ്യുന്നു. വീണ്ടും മത്തായി സുവിശേഷം 19-ാം അധ്യായം 9-ാം വചനം. മാത്യു 19:9. ഞാനോ നിങ്ങളോട് പറയുന്നത്, പരസംഗ നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തെ വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ വിവാഹം കഴിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. മറ്റൊരു വചനം കൂടെ നോക്കാം. 1 കൊരിന്ത്യർ 7-ാം അധ്യായം 15-ാം വചനം. 1 കൊരിന്ത്യൻസ് 7:15. അവിശ്വാസി വേർപിരിയുന്നുവെങ്കിൽ പിരിയട്ടെ. ഈ വകയിൽ സഹോദരനോ സഹോദരിയോ ബദ്ധരായിരിക്കുന്നില്ല, എന്നാൽ സമാധാനത്തിൽ ജീവിപ്പാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസും കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് ഈ അധ്യായത്തിൽ പറയുമ്പോൾ ഭർത്താവോ ഭാര്യയോ ഒരാൾ അവിശ്വാസിയാണ്, മറ്റേയാളിനെ കൂടെ പാർക്കുവാൻ അനുവദിക്കുന്നില്ല എങ്കിൽ അവർക്ക് പിരിയാം, സമാധാനമായിട്ട് ജീവിക്കത്തക്കവണ്ണം നിങ്ങൾക്ക് രണ്ടായി മാറി ജീവിക്കാം എന്നുള്ള ഒരു അനുവാദം ഇവിടെ പൗലോസ് അപ്പോസ്തലൻ കൊടുക്കുന്നുണ്ട്. ആകയാൽ വിവാഹത്തെക്കുറിച്ചും വിവാഹമോചനത്തെക്കുറിച്ചും പറയുമ്പോൾ വിവാഹമോചനം ഈസിയായിട്ട് ഈ കാലത്ത് ആളുകൾ ചെയ്യുന്നത് പോലെ ചെയ്യാവുന്ന ഒരു കാര്യമല്ല. അത് വളരെ ഗൗരവമായിരിക്കുന്ന ഒരു കുറ്റമാണ്. പല കുടുംബങ്ങളിലും വലിയ ദുരിതവും ദുരന്തങ്ങളും ഒക്കെ സംഭവിക്കാറുണ്ട്.
അടിപിടി കേസുകളും, ചിലപ്പോൾ ഭർത്താവ് ഭാര്യയെ കൊല്ലാൻ തുടങ്ങുന്നു. ഇങ്ങനെയുള്ള സാഹചര്യമൊക്കെ ചില കേസിലെങ്കിലും ഉണ്ടാകാറുണ്ട്. വിശ്വാസികളുടെ ഇടയിൽ അത്രയും ഉണ്ടാകാറില്ല. എങ്കിലും വളരെ ഒരു ഡിസാസ്ട്രസായ ഒരു ദുരന്തം സംഭവിക്കാൻ പോകുന്ന ഒരു സമയത്ത് ഒരു പക്ഷേ ഭാര്യയ്ക്കോ ഭർത്താവിനോ ആ ഒരു ദുരന്തം ഒഴിവാക്കാനായിട്ട് മാറി താമസിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ചില എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ട്. എന്നാൽ വിവാഹമോചനം അത് ലാസ്റ്റ് റിസോർട്ടാണ്. ഏറ്റവും അവസാനത്തെ ഒരു കാര്യമായിട്ട് മാത്രമേ നാം ചിന്തിക്കാവൂ. ഒരു നിവൃത്തിയുമില്ല എങ്കിൽ, പ്രത്യേകിച്ചും പരസ്ത്രീ ബന്ധം, പരപുരുഷ ബന്ധം എന്നിങ്ങനെയുള്ള വ്യഭിചാര ദോഷം എന്നുള്ള ഒരൊറ്റ കാര്യത്തിൽ മാത്രമേ വിവാഹമോചനം കർത്താവായ യേശു അനുവദിച്ചിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് ഇത്രയും സ്ട്രിക്റ്റായിട്ടുള്ള നിയമം യേശു പഠിപ്പിച്ചത് എന്നും കൂടെ നമുക്ക് നോക്കാം. 10-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ യേശു അതിനെക്കുറിച്ച് പറഞ്ഞു. വീണ്ടും വിവാഹം ചെയ്യുന്നതിനെക്കുറിച്ച് യേശു പറഞ്ഞപ്പോൾ, അത് വിവാഹമോചനം നടത്തി വീണ്ടും വിവാഹം നടത്തുന്നത് വ്യഭിചാര ദോഷത്തിന് തുല്യമാണ്. രണ്ടു കൂട്ടരും, ഭാര്യയും ഭർത്താവും വിവാഹമോചനം നടത്തിയവർ വീണ്ടും വിവാഹം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ വ്യഭിചാരത്തിൽ തുടരുന്നു എന്നുള്ള ഒരു കർശന നിയമമാണ് ഈ 2-3 വചനങ്ങളിൽ യേശു പഠിപ്പിച്ചത്. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ വിവാഹമോചനം അത്ര ഗൗരവമായിരിക്കുന്നൊരു കുറ്റമാണ്. അതിൽ നിന്ന് ആളുകൾ എങ്ങനെയാണെങ്കിലും അതിൽ നിന്ന് പിന്തിരിയണം. നിങ്ങൾ വിവാഹമോചനത്തെക്കുറിച്ച് വളരെ ഈസി ആയിട്ട് എളുപ്പം ചിന്തിക്കരുത്. അത് വളരെ ഗൗരവമായിരിക്കുന്ന കുറ്റമാണ്. അത് വ്യഭിചാര ദോഷമാണ്. അതുകൊണ്ട് നിങ്ങൾ വിവാഹമോചനത്തെക്കുറിച്ച് കഴിയുന്നിടത്തോളം ആലോചിക്കരുത് എന്നാണ് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം. ഇത് അത്ര ഗൗരവമായിരിക്കുന്ന ഒരു കാര്യമാണ്. ജീവിതകാലം മുഴുവനും അങ്ങനെയുള്ളവർ വിചാരത്തിൽ ജീവിക്കുന്നതിന് തുല്യമായിട്ടാണ് ദൈവം അതിനെ കാണുന്നത് എന്ന് യേശു അവിടെ പ്രസ്താവിക്കുകയുണ്ടായി. എന്നാൽ നിങ്ങൾ വിവാഹമോചനം നടത്തി എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ പിരിഞ്ഞു പാർക്കുന്നു എന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവിവാഹിതരായി പാർക്കണം എന്നാണ് അപ്പോസ്തലനായ പൗലോസും പറയുന്നത്. അത് 7-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യമാണ്. ഭാര്യ ഭർത്താവിനെ വേർപിരിയരുത്, പിരിഞ്ഞു എന്ന് വരികിലോ വിവാഹം കൂടാതെ പാർക്കണം. ഭർത്താവ് ഭാര്യയെ വീട്ടിൽ താമസിക്കാൻ സമ്മതിക്കുന്നില്ല, നീ വേറൊരു വിശ്വാസം സ്വീകരിച്ചു, നീ ക്രിസ്ത്യാനിയായി, അതുകൊണ്ട് വീട്ടിൽ നിന്ന് പോ എന്ന് പറഞ്ഞ് ഇറക്കി വിടുകയാണെങ്കിൽ പിരിഞ്ഞ് ജീവിക്കണം. എന്നാൽ അങ്ങനെയുള്ളവർ വിവാഹം കൂടാതെ പാർക്കണം എന്ന ഒരു നിർദ്ദേശമാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ഈ കാര്യം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. എങ്കിലും വിവാഹമോചനം വളരെ ഗൗരവമായിരിക്കുന്ന ഒരു വിഷയമാണ് എന്ന് നാം മനസ്സിലാക്കണം. വിശ്വാസികളെ സംബന്ധിച്ച് നാം വളരെ വേഗം അതിലേക്ക് എടുത്ത് ചാടരുത്, അതിനെക്കുറിച്ച് ആലോചിക്കരുത്. എന്നാൽ ശരി, വിവാഹമോചനം നടത്താം എന്ന് പെട്ടെന്ന് നാം ആരും ചിന്തിക്കരുത്. മറ്റുള്ളവർക്കും ആ ഒരു ഉപദേശം കൊടുക്കാൻ പാടില്ല. നമുക്ക് മുമ്പോട്ട് ചിന്തിക്കാം. 2-ാം ഭാഗം എന്ന് പറയുന്നത്, യേശുവിൻ്റെ അടുത്ത് കുഞ്ഞുങ്ങളെ തൊടേണ്ടതിനായിട്ട് മാതാപിതാക്കൾ കൊണ്ടുവരുന്നു. യേശു തൊട്ട് പ്രാർത്ഥിക്കാനും അനുഗ്രഹിക്കാനുമായിട്ട് കൊണ്ടുവരുന്നു. 13 മുതൽ 16 വരെയുള്ള വചനങ്ങൾ നോക്കാം. മാർക്ക് 10:13 ഓൺവേർഡ്സ്. അവൻ തൊടേണ്ടതിന് ചിലർ ശിശുക്കളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു, ശിഷ്യന്മാരോ അവരെ ശാസിച്ചു. പല മാതാപിതാക്കളും തങ്ങളുടെ കുഞ്ഞുങ്ങളെ യേശു വരെ തൊടാനായിട്ടും ഒരു അനുഗ്രഹം കൊടുക്കാനായിട്ടും ഈ ഗുരുവിൻ്റെ അടുത്ത് പല പേരൻസും കൊണ്ടുവന്നു. എന്നാൽ ശിഷ്യന്മാർ എന്ത് പറഞ്ഞു? ശിഷ്യന്മാർ അവരെ വഴക്ക് പറഞ്ഞു. ഇവിടെയാണോ, ഇവിടെ വലിയവരുടെ മീറ്റിംഗും ഒക്കെ നടക്കുകയാണ്, ഇവിടെ ഗുരു പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്, കുഞ്ഞുങ്ങളെ കൊണ്ടാണോ അതിനിടയ്ക്ക് വരുന്നത് എന്ന് പറഞ്ഞ് അവരെ വഴക്ക് പറഞ്ഞ് അകറ്റി എന്ന് ഇവിടെ കാണാൻ സാധിക്കും. വാസ്തവത്തിൽ ഇത് യേശു പറഞ്ഞിട്ടൊന്നുമല്ല, അവരുടെ സ്വന്തം ചിന്തയിൽ നിന്നും അവരുടെ സ്വന്തം ഇനീഷ്യേറ്റീവിൽ നിന്നും അവർ പറയുന്ന ഒരു കാര്യമാണ്. കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ടുവരണ്ട, ഇത് മുതിർന്നവർക്കുള്ള കാര്യമാണ്. എന്നാൽ യേശു അത് കണ്ടപ്പോൾ, 14-ാം വചനം, യേശു അത് കണ്ടപ്പോൾ മുഷിഞ്ഞ് അവരോട്, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടുക്കരുത്, അവരെ ദൈവരാജ്യം ഇങ്ങനെയുള്ളവർക്കാണല്ലോ എന്ന് പറഞ്ഞു. ദൈവരാജ്യത്തെ ഒരു ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവൻ ആരും ഒരിക്കലും അതിൽ കടക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. പിന്നെ അവൻ അവരെ അണച്ചു, അവരുടെ മേൽ കൈവച്ചു, അവരെ അനുഗ്രഹിച്ചു. ഇവിടെ ശ്രദ്ധിച്ചാൽ ആ കാലത്തുണ്ടായിരുന്ന ഗുരുക്കന്മാരുടെയും ആളുകളുടെയും യഹൂദ മതസ്ഥരുടെയും ഒക്കെ ഒരു ചിന്താഗതി, കുഞ്ഞുങ്ങൾ അത്ര പ്രധാനപ്പെട്ടവരല്ല, അവരെ മാറ്റി നിർത്തണം, അവർ കുഞ്ഞുങ്ങളാണ്, അവർക്ക് ഈ കൂട്ടത്തിൽ കൂടേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് അവർ ചിന്തിച്ചിരുന്നത്. എന്നാൽ യേശു അങ്ങനെ ആയിരുന്നില്ല. യേശുവിൻ്റെ ശുശ്രൂഷയും പ്രവർത്തനങ്ങളും ഒക്കെ അന്നത്തെ ഗുരുക്കന്മാരുടെയും പരീക്ഷന്മാരുടെയും ശാസ്ത്രിമാരുടെയും ഒക്കെയും ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്നും കുറച്ച് വ്യത്യാസമായിരുന്നു.
യേശു ആകട്ടെ കുഞ്ഞുങ്ങളെ അടുക്കൽ വിളിച്ചു, അവരുമായിട്ടും സംസാരിക്കുകയും അവരെ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്തു. അവരെ കയ്യിലെടുക്കുകയും അവരെ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്തു. യേശു ചുങ്കക്കാരെ, ചുങ്കം പിരിവുകാരെ, പാപികളെന്ന് സമൂഹം മുദ്ര കുത്തിയിരുന്ന ചുങ്കം പിരിവുകാരെ യേശു അവരുടെ സ്നേഹിതനായിട്ട് അവരോട് ചേർന്ന് സംസാരിച്ചു. അതുപോലെ സമൂഹത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടിരുന്ന കുഷ്ഠരോഗികളെയും വേശ്യമാരെയും ഇവരെയൊക്കെ യേശു അവരോടൊക്കെ വചനം സംസാരിക്കുകയും അവരെയൊക്കെ നല്ലൊരു ജീവിതത്തിലേക്ക് നടത്തുവാൻ യേശു ഉത്സാഹിക്കുകയും ചെയ്തു. ഭൂതഗ്രസ്തരെ ഒക്കെ യേശു സൗഖ്യമാക്കി. അങ്ങനെയുള്ള കാര്യങ്ങൾ യേശു പലതും ചെയ്തു. ചില വചനങ്ങൾ നോക്കാം. മത്തായി സുവിശേഷം 9-ാം അധ്യായം 11-ാം വചനം. മാത്യു 9:11. പരീശന്മാർ അത് കണ്ടിട്ട് അവൻ്റെ ശിഷ്യന്മാരോട്, നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. ഇത് അവരെ സംബന്ധിച്ചൊരു പുതിയ കാര്യമാണ്. ചുങ്കക്കാരോടും പാപികളോടും ഒക്കെ ചേർന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ഗുരു ഇയാൾ ആരാണ്? അവർക്കത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. ലൂക്കോസ് 15 അതിൻ്റെ 1-2 വാക്യങ്ങൾ. ലൂക്ക് 15:1-2. ചുങ്കക്കാരും പാപികളും എല്ലാം അവൻ്റെ വചനം കേൾപ്പാൻ അവൻ്റെ അടുക്കൽ വന്നു. ഇവൻ പാപികളെ കൈക്കൊണ്ട് അവരോടുകൂടെ ഭക്ഷിക്കുന്നുവെന്ന് പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞ് പിറുപിറുത്തു. നോക്കുക, അവരുടെ സിസ്റ്റവും അവരുടെ ചിന്താഗതികളുമായിട്ടും യേശു ചേർന്നു പോയില്ല. യേശു എല്ലാത്തരം ആളുകളെയും പാപികളെയും ഒക്കെ വിളിക്കാൻ വേണ്ടിയാണ് വന്നത്. ഇനി ലൂക്കോസിൻ്റെ 19-ാം അധ്യായം 7-ാം വചനം നോക്കുക. സക്കായിയുടെ കാര്യത്തിലാണ് അത് പറയുന്നത്. കണ്ടവർ എല്ലാം അവൻ പാപിയായ ഒരു മനുഷ്യനോട് കൂടെ പാർക്കുവാൻ പോയി എന്ന് പറഞ്ഞ് പിറുപിറുത്തു. പാപികളായ മനുഷ്യരുടെ കൂടെ പാർക്കാൻ പോവുക, അവരുമായിട്ട് സംസാരിക്കുക, ഇടപെടുക, ഇതൊക്കെ തെറ്റായ കാര്യമാണ്, മോശമായ കാര്യമാണ് എന്നാണ് അവർ വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് അവർ ഇതിനെക്കുറിച്ച് പറഞ്ഞ് പിറുപിറുത്തു. ഈ ഗുരു എന്തൊരു മനുഷ്യനാണ്! ഇങ്ങനെയുള്ള സമൂഹം തള്ളിക്കളഞ്ഞ പാപികളായ മനുഷ്യരോടാണോ ഇയാളുടെ ചങ്ങാത്തം എന്നുള്ള നിലയിലാണ് യേശുവിനെക്കുറിച്ച് അവർ സംസാരിച്ചത്. പ്രിയപ്പെട്ടവരെ, യേശു ഇങ്ങനെയുള്ള മനുഷ്യരെയൊക്കെ കൈക്കൊള്ളുന്നവനും അവരെ സ്നേഹിക്കുന്നവനും ഒക്കെ ആയിരുന്നു. കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നവനായിരുന്നു. 14-ാം വാക്യം നോക്കുക. 10-ാം അധ്യായം 14-ാം വാക്യം. കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കൽ വരാൻ വിടുവീൻ, അവരെ തടയരുത്, ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതാണല്ലോ. ദൈവരാജ്യം കുഞ്ഞുങ്ങളെപ്പോലെ ആശ്രയിക്കുന്ന മനസ്സുള്ളവരുടേതാണ് എന്നാണ് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവർക്ക് സ്നേഹത്തോടുകൂടെയുള്ള ഒരു തലോടലും അവരെ അടുക്കൽ വിളിച്ച് അണച്ച് അവരോട് സംസാരിക്കുന്നതും ചോദ്യങ്ങൾ ചോദിക്കുന്നതും അവരെ അനുഗ്രഹിക്കുന്നതുമൊക്കെ അവർക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ അവരുടെ വിശ്വാസം വളരെ നിർദോഷമായ, ഇന്നസെൻ്റായ വിശ്വാസമാണ്. അതുപോലെ അവരുടെ മാതാപിതാക്കളെ അല്ലെങ്കിൽ മുതിർന്നവരെ ആശ്രയിക്കുന്ന, ട്രസ്റ്റ് ചെയ്യുന്ന ഒരു മനോഭാവം കുഞ്ഞുങ്ങൾക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതും ഇത് തന്നെയാണ്. ദൈവത്തെ നാം, കുഞ്ഞുങ്ങൾ എങ്ങനെ മുതിർന്നവരെ ആശ്രയിക്കുന്നുവോ അതുപോലെ ദൈവത്തെ നാം നിസ്സഹായതയോടെ അന്വേഷിക്കുകയും ആശ്രയിക്കുകയും ചെയ്യണം എന്നാണ്, അവനെ അന്വേഷിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവരാജ്യം ഇങ്ങനെ ദൈവത്തെ ആശ്രയിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് എന്ന് യേശു ഇവിടെ പറയുകയുമുണ്ടായി. മുതിർന്നവരെ സംബന്ധിച്ച് അവരൊക്കെ സ്വയം പര്യാപ്തതയുള്ളവരാണ്, തങ്ങളുടെ കാര്യം നോക്കാൻ അറിയാവുന്നവരാണ്. എന്നാൽ കുഞ്ഞുങ്ങൾ അങ്ങനെയല്ല. കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവർ എപ്പോഴും മുതിർന്നവരെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. മുതിർന്നവർ എപ്പോഴും സംശയമുള്ളവരാണ്. കുഞ്ഞുങ്ങൾ സംശയിക്കുകയില്ല, അവരെല്ലാം വിശ്വസിക്കും. ദൈവരാജ്യത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെക്കുറിച്ചാണ് യേശു പറഞ്ഞത്, നിങ്ങൾ കുഞ്ഞുങ്ങളെപ്പോലെ ആയി വരണം. യേശു അവരെ അനുഗ്രഹിച്ചു. യേശുവിൻ്റെ ആ സൗമ്യതയും അവരെ അനുഗ്രഹിക്കാനുള്ള ആ മനോഭാവവും ഇന്ന് നമുക്കും ആവശ്യമില്ലേ? നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പിതാവേ, യേശുവിലുണ്ടായിരുന്ന ഈ നല്ല മനോഭാവം, കുഞ്ഞുങ്ങളെ അണച്ച് അവരെ അനുഗ്രഹിക്കുന്ന, അവരോട് വളരെ ജെൻറ്റിലായി സൗമ്യമായിട്ട് അവരോടുകൂടെ സംസാരിക്കുന്ന ആ ഒരു നല്ല മനോഭാവം, ആ ഒരു കാഴ്ചപ്പാട് ദൈവമേ എനിക്കും തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? ദൈവമേ, എൻ്റെ കാഠിന്യമൊക്കെ മാറ്റി മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാനും അവരെ ചേർത്തുകൊള്ളാനും അവരെ അന്വേഷിക്കാനും അവരെ കണ്ടെത്തുവാനും ഉള്ള ഒരു നല്ല മനസ്സ് എനിക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാമോ? യേശുവിലുള്ള ഭാവം നമുക്കും നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ഭാഗത്തേക്ക് പോകാം. അത് ഒരു യുവ പ്രമാണിയെക്കുറിച്ചാണ് നാം വായിക്കുന്നത്. ഒരു ചെറുപ്പക്കാരനായ ധനവാനായ ഒരു മനുഷ്യൻ, ദ റിച്ച് യങ് റൂളർ. അത് 17 മുതൽ 31 വരെയുള്ള വചനങ്ങളിലാണ് അത് കാണുന്നത്.
നമുക്കതിൻ്റെ ആദ്യ ഭാഗം, ആ സംഭവം എന്താണെന്ന് നോക്കാം. അത് 17 മുതൽ 22 വരെയുള്ള വചനങ്ങളിൽ ഈ യുവപ്രമാണി വന്ന് യേശുവിനോട് സംസാരിക്കുന്ന കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. അവൻ പുറപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരുവൻ ഓടി വന്ന് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി, നല്ല ഗുരു, നിത്യജീവനെ അവകാശം ആക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് അവനോട് ചോദിച്ചു. അതിന് യേശു, എന്നെ നല്ലവനെന്ന് പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, ചതിക്കരുത്, നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക എന്നീ കൽപ്പനകളെ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവൻ അവനോട്, ഗുരു, ഇത് ഒക്കെ ഞാൻ ചെറുപ്പം മുതൽ പ്രമാണിച്ചു പോരുന്നു എന്ന് പറഞ്ഞു. യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. ഒരു കുറവ് നിനക്കുണ്ട്. നീ പോയി നിനക്കുള്ളത് എല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. അവൻ വളരെ സമ്പത്തുള്ളവനാകൊണ്ട് ഈ വചനത്തിൽ വിഷാദിച്ച് ദുഃഖിതനായി പോയി കളഞ്ഞു. ഈ ചെറുപ്പക്കാരൻ, അവനെക്കുറിച്ച് നല്ല പല കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. എന്തൊക്കെയാണ് ഇവനെക്കുറിച്ച് പറയുന്ന നല്ല കാര്യങ്ങൾ? അവിടെ ശ്രദ്ധിക്കുക. അവൻ ഗുരുവിൻ്റെ അടുക്കൽ, യേശുവിൻ്റെ അടുക്കൽ ഓടി വരുന്ന ഒരുവൻ, ഒരു നല്ല അന്വേഷകനാണ്, വളരെ താല്പര്യമുള്ളവനാണ്. അതുകൊണ്ടാണ് ഓടി വന്ന് യേശുവിൻ്റെ അടുക്കൽ മുട്ടുകുത്തിയത്. എന്തുകൊണ്ടാണ് യേശുവിൻ്റെ അടുക്കൽ മുട്ടുകുത്തിയത്? അവൻ്റെ താഴ്മയാണ് അത് കാണിക്കുന്നത്. ഈ വലിയ ഗുരുവിൻ്റെ അടുത്ത് അവൻ മുട്ടുകുത്തി വളരെ ആദരവോടെ യേശുവിന് ബഹുമാനം കൊടുത്തുകൊണ്ട് ഗുരുവിനോട് സംസാരിക്കുന്നു. ഇതൊക്കെ നമുക്കും അനുകരിക്കാൻ കൊള്ളാവുന്ന കാര്യമാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന കാര്യത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ചെറുപ്പക്കാരെ, ഈ കാര്യം നിങ്ങൾ ഉൾക്കൊള്ളേണ്ടത് ആവശ്യമാണ്. അലസ മനോഭാവത്തോടെ അല്ല ഈ ചെറുപ്പക്കാരൻ പ്രവർത്തിക്കുന്നത്. അവൻ ഓടി വരുന്നവനാണ്, താല്പര്യമുള്ളവനാണ്. ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ നാം ശുഷ്കാന്തിയുള്ളവരായിരിക്കണം, താല്പര്യപൂർവ്വം അത് ചെയ്യണം. അവൻ യേശുവിൻ്റെ അടുക്കൽ മുട്ടുകുത്തി. ദൈവത്തിൻ്റെ മുമ്പിൽ ഈ ഒരു ആദരവും ബഹുമാനവും നമുക്കുണ്ടോ? അത് നാം നേടിയെടുക്കേണ്ടത് ആവശ്യമാണ്. ദൈവമേ, എനിക്ക് അങ്ങയെക്കുറിച്ചുള്ള ഭക്തിയും ബഹുമാനവും ആദരവും വർദ്ധിപ്പിച്ചു തരണമേ. അങ്ങയുടെ മുമ്പിൽ ഭയത്തോടും വിറയലോടും കൂടെ വരുവാൻ എന്നെ സഹായിക്കണമേ. നോക്കുക, ഇവൻ ചോദിക്കുന്നു, മുട്ടുകുത്തി, നല്ല ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? അവൻ്റെ ചോദ്യം ശ്രദ്ധിക്കുക. അവൻ യേശുവിനെ പരീക്ഷിച്ചൊന്നും ചോദിക്കുന്നതല്ല, നല്ല മനസ്സോടെയാണ് ചോദിക്കുന്നത്. അവനെക്കുറിച്ച് പറഞ്ഞാൽ അവൻ ഒരു നല്ല പഠിതാവാണ്, പഠിക്കുവാൻ, സ്വീകരിക്കുവാൻ മനസ്സുള്ളവനാണ്. ഞാൻ എന്ത് ചെയ്യണം ഗുരു? നിത്യജീവൻ സംബന്ധിച്ച് എനിക്ക് താല്പര്യമുണ്ട്, ഞാൻ എന്ത് ചെയ്യണം? ഹീസ് ടീച്ചബിൾ എന്ന് നമുക്ക് പറയാം. അവൻ പഠിപ്പിക്കപ്പെടുവാൻ താല്പര്യമുള്ളവനാണ്. ഞാൻ നിങ്ങളും മറ്റുള്ളവരുടെ കറക്ഷൻ സ്വീകരിക്കുവാൻ, തിരുത്തൽ സ്വീകരിക്കുവാൻ, വചനത്തിൻ്റെ തിരുത്തൽ സ്വീകരിക്കുവാൻ നാം ഒരുക്കമുള്ളവരാണോ? അവൻ സത്യത്തിന് വേണ്ടി അന്വേഷിക്കുന്നവനാണ്, നിത്യജീവന് വേണ്ടി താല്പര്യമുള്ളവനാണ്. പല രീതിയിലും ഈ ചെറുപ്പക്കാരൻ വളരെ നല്ല സ്വഭാവമുള്ളവനാണെന്ന് കാണാൻ സാധിക്കും. നമ്മുടെ ജീവിതങ്ങളെ ഈ ചെറുപ്പക്കാരനുമായിട്ട് ഒന്ന് പരിശോധിച്ച് നോക്കാമോ? ഈ യുവ പ്രമാണിയുടെ ജീവിതം പോലെയാണോ നമ്മുടെ ജീവിതം? നമുക്ക് ചില കാര്യങ്ങൾ അവിടെ നിന്ന് സ്വീകരിക്കാനുണ്ട്. എന്നാൽ അവൻ്റെ ജീവിതത്തിൽ ചില കുറവുകളുണ്ടായിരുന്നുവെന്ന് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും. യേശുവിനെ അവൻ നല്ല ഗുരു എന്ന് വിളിക്കുന്നു. അപ്പോൾ യേശു അവനോട് ചോദിക്കുകയാണ്, നീ ഇത് മനസ്സിലാക്കിയാണോ പറയുന്നത്? നിനക്കറിയാമോ, ദൈവം മാത്രമേ നല്ലവനുള്ളൂ. സകല മനുഷ്യരും പാപികളാണ്, പാപത്തിൽ പിറന്നവരാണ്. നീ എന്നെ എന്തുകൊണ്ടാണ് നല്ല ഗുരു എന്ന് വിളിച്ചത്? ദൈവം മാത്രമേ നല്ലവനുള്ളൂ, ഞാനും ആ ദൈവപുത്രനാണ്, ദൈവമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നീ അർത്ഥമാക്കിയ നല്ലതായിട്ടാണോ നീ സംസാരിച്ചത്? എന്നെ ദൈവമാണെന്ന് നീ മനസ്സിലാക്കുന്നുണ്ടോ? അതാണ് ചോദിച്ചതിൻ്റെ അർത്ഥം. ഞാൻ നല്ലവനല്ല എന്ന് യേശു ഒരിക്കലും പറഞ്ഞില്ല. യേശു നല്ലവനായിരുന്നു, അവൻ പറഞ്ഞ വാക്ക് ശരിയാണ്. എന്നാൽ അവനോട് ചോദിക്കുകയാണ്, ദൈവം മാത്രമേ നല്ലവനുള്ളൂ, എന്നെ ദൈവമായിട്ട് മനസ്സിലാക്കിയാണോ നീ സംസാരിക്കുന്നത്? നമുക്കറിയാം, എല്ലാ മനുഷ്യരും പാപത്തിന് കീഴിലാണ്, സകല മനുഷ്യരും പാപികളാകുന്നു. അങ്ങനെയുള്ള പാപികളെ രക്ഷിപ്പാനാണ് കർത്താവായ യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. ദൈവം മാത്രമേ നല്ലവനായിട്ടുള്ളൂ. അവൻ്റെ ചോദ്യത്തിന് യേശു ക്ഷമയോടെ മറുപടി കൊടുക്കുന്നു. അവനെ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു വിടുക എന്നല്ല യേശുവിൻ്റെ താല്പര്യം. ഇവൻ എങ്ങനെയുള്ളവനാണെന്നും ഇവൻ വലിയ ധനവാനാണെന്നും പണത്തോട് അവൻ്റെ മനസ്സ് ചേർന്നിരിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ യേശുവിന് അറിയാം. അതുകൊണ്ട് അവനെ ആദ്യം തന്നെ ഒഴിവാക്കാൻ യേശു താല്പര്യപ്പെടുന്നില്ല. അവൻ്റെ ചോദ്യത്തിന് വളരെ വിശദമായിട്ടും യേശു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മറുപടിയാണ് കൊടുക്കുന്നത്. 19-ാം വാക്യം നോക്കുക.
നിത്യജീവനെ അവകാശമാക്കുവാൻ നീ ഈ കാര്യങ്ങളൊക്കെ അനുഷ്ഠിക്കണം, ഈ കൽപ്പനകളെ നീ പ്രമാണിക്കണം, നിനക്കിത് അറിയാമല്ലോ എന്നാണ് അവനോട് പറയുന്നത്. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, ചതിക്കരുത്, നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. ഉടനെ അവൻ്റെ മറുപടി എന്താണ്? ഗുരോ, ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചെറുപ്പം മുതലേ പഠിച്ചിട്ടുണ്ട്, ഞാൻ സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ സിനഗോഗിൽ ഇത് പഠിപ്പിച്ചിട്ടുണ്ട്, ഇതൊക്കെ ഞാൻ അനുവർത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്, ഈ കാര്യമൊക്കെ എനിക്ക് നല്ലതായിട്ട് അറിയാം, ഇതെല്ലാം ഞാൻ അനുസരിക്കുന്നവനാണ്. എന്നാൽ യേശു അവനോട് പറഞ്ഞില്ല, നീ പറഞ്ഞ് ശരിയല്ല, നീ ഇതൊന്നും അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞില്ല. യേശു അത് അംഗീകരിച്ചു. അവൻ പറഞ്ഞത് ശരിയായിരുന്നു. എങ്കിലും പ്രിയപ്പെട്ടവരെ, ഈ ഈ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികൾ പോരാ, രക്ഷിക്കപ്പെടുവാൻ അത് പോരാ. യേശുവിൽ ആശ്രയിക്കുകയാണ് അതിനാവശ്യമായിരിക്കുന്നത്. അടുത്ത വാക്യം നോക്കുക. ഇവൻ ഇതൊക്കെ ഞാൻ ചെറുപ്പം മുതൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. യേശുവിന് എല്ലാ മനുഷ്യരെക്കുറിച്ചും അവർ നന്നായി വരണം എന്നൊരാഗ്രഹമുണ്ട്, അവരോട് സ്നേഹവും മനസ്സലിവുമുണ്ട്. ഇന്നെൻ്റെ വാക്കുകൾ കേൾക്കുന്ന നമ്മെ ഓരോരുത്തരെയും കുറിച്ചും യേശുവിന് ഒരു സ്നേഹമുണ്ട്. നമ്മുടെ കുറവുകളെ കാണുമ്പോൾ തന്നെ യേശു നമ്മെ സ്നേഹിക്കുന്നു. യേശു അവനെ സ്നേഹിച്ചു. എന്നിട്ട് അവനോട് പറഞ്ഞു, നിനക്ക് ഒരു കുറവുണ്ട്. വൺ തിങ് യു ലാക്ക്. നിനക്കൊരു കാര്യം കുറവുണ്ട്. അവനെ സ്നേഹിച്ചു, ഒരു കുറവ് നിനക്കുണ്ട്, നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നല്ല കാര്യങ്ങളെ ദൈവം അംഗീകരിക്കും, എന്നാൽ നമ്മുടെ കുറവുകളെയും ദൈവം ചൂണ്ടിക്കാണിക്കുന്നവനാണ്. എന്നീ വചനങ്ങളെ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതങ്ങളെ ഒരിക്കൽ കൂടെ പരിശോധിച്ച് നോക്കുമോ? ദൈവമേ, എൻ്റെ കുറവുകൾ എന്നെ കാണിക്കണമേ. എനിക്ക് ഒരുപക്ഷെ ഒന്നോ രണ്ടോ കുറവുകൾ പ്രത്യേകമായിട്ടുണ്ടായിരിക്കും. നമുക്ക് ഓരോരുത്തർക്കും ചില കുറവുകൾ, ചില മേഖലകളിൽ നാം ബലഹീനരാണ്. അത് കണ്ടെത്തി ആ കാര്യത്തിൽ ദൈവമായിട്ട് ഇടപെട്ട് പ്രാർത്ഥിച്ച് അതിനെ തോൽപ്പിച്ച് അവിടെ വിജയം വരിച്ച് മുമ്പോട്ട് പോകാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്താണ് അവൻ്റെ കുറവ്? ധനത്തോടുള്ള അവൻ്റെ ആഭിമുഖ്യം, ഇഷ്ടം, അതായിരുന്നു അവൻ്റെ കുറവ്. യേശു അത് മനസ്സിലാക്കി. ആ പോയിന്റിൽ അവിടെ യേശു സ്പർശിച്ചു. നിനക്കുള്ള സ്വത്തൊക്കെയും വിറ്റ് ദരിദ്രർക്ക് വീതിച്ചു കൊടുക്കുക, അങ്ങനെ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് യേശു. ദൈവം പലപ്പോഴും ഈ ഒരു കാര്യം, വൺ തിങ് എന്നുള്ള കാര്യം ബൈബിളിൽ പലയിടത്തും നാം കാണുന്നുണ്ട്. മറിയയും മാർത്തയും കുറിച്ച് സംസാരിക്കുമ്പോൾ ആ ഭാഗത്ത് യേശു ഇങ്ങനെ പറയുന്നു, അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി, ഒരു കാര്യം മതി, അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഏറ്റവും മുഖ്യമായത് അതാണ്, ഒരു കാര്യം. 27-ാം സങ്കീർത്തനത്തിൽ ഇതുപോലൊരു വചനമുണ്ട്, ഞാൻ ഒരു കാര്യം യഹോവയോട് അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. വൺ തിങ് ഐ ഡിസൈർഡ് ഓഫ് ദ ലോർഡ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ ഒരു കാര്യം ചെയ്യുന്നു, വൺ തിങ് ഐ ഡു, പിമ്പിലുള്ളത് മറക്കുന്നു, മുമ്പിലുള്ളതിനു വേണ്ടി ആഞ്ഞും കൊണ്ട് ഓടുന്നു. ദൈവമക്കളൊക്കെയും ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടവരാണ്, നാമൊക്കെ അത് ചെയ്യേണ്ടവരാണ്. എൻ്റെ ജീവിതത്തിൻ്റെ മുഖ്യമായ ലക്ഷ്യം ദൈവനാമമഹത്വമാണ്, ദൈവത്തിന് പ്രസാദം വരുത്തുകയാണ് എൻ്റെ ലക്ഷ്യം. ആ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ ജീവിക്കുന്നു. ഈ ചെറുപ്പക്കാരനോട് യേശു പറഞ്ഞു, നിന്റെ സ്വത്തും ധനവും നിനക്കൊരു പ്രശ്നമാണ്, നീ അത് വിറ്റിട്ട് ദരിദ്രർക്ക് വീതിച്ചു കൊടുക്കുക. വേറെ ആരോടും യേശു അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ. മറ്റനേകം പേരെ യേശു കണ്ടു, സംസാരിച്ചു. ആരോടും സ്വത്തൊക്കെ വിറ്റിട്ട് വരാൻ പറഞ്ഞില്ല. യേശുവിന് ഓരോരുത്തരോടും അവരുടെ കുറവുകളെ കണ്ടെത്തി അവരോട് ഒരു കാര്യമാണ് യേശുവിന് പറയാനുള്ളത്. വേറെ ആളൊന്ന് പറഞ്ഞു, നീ പോവുക, ഇനി പാപം ചെയ്യരുത്. ഇയാളോട് അതൊന്നും പറയുന്നില്ല. ഓരോരുത്തരോടും യേശുവിന് ഓരോ കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്ന് രാത്രി ദൈവം നിങ്ങളോട് എന്താ പറയുന്നത്? നിങ്ങളുടെ ജീവിതത്തിലെ കുറവുകളെ ചൂണ്ടിക്കാണിച്ച് യേശു ചിലപ്പോൾ സംസാരിക്കും. നിനക്ക് ഈ ഒരു കുറവുണ്ട്, നീ അത് ശരിയാക്കണം. നിനക്ക് ഇന്നാരോട് പിണക്കമുണ്ട്, നീ ഇന്നാരോട് ക്ഷമിച്ചു കൊടുത്തിട്ടില്ല, അത് നീ ശരിയാക്കണം. ഇല്ലെങ്കിൽ നീ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. നിൻ്റെ മനസ്സിലെ ദോഷകരമായ ചിന്തകളെയൊക്കെ മാറ്റി നിൻ്റെ ചിന്തകൾ പവിത്രമായി തീരണം, നല്ല ചിന്തകൾ ഉണ്ടാകണം, നിൻ്റെ വിചാരങ്ങളെ ശരിയാക്കണം. ഇതൊക്കെ കർത്താവ് നമ്മോട് പറയുകയാണ് ചെയ്യുന്നത്. നമുക്ക് മുമ്പോട്ട് പോകാം. അവനോട് പറഞ്ഞു, നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രന്മാർക്ക് വീതിച്ചു കൊടുക്കണം. അത് ശിഷ്യത്വത്തിൻ്റെ ഒരു ഒരു കണ്ടീഷനാണ്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നാം അത് വായിക്കുന്നു. ലൂക്കോസ് 14-ാം അധ്യായത്തിൽ, എൻ്റെ പിന്നാലെ ഒരുവൻ വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെത്താൻ ത്യജിക്കണം, തൻ്റെ പ്രിയപ്പെട്ടവരുമായിട്ട് മാറി നിൽക്കുവാൻ അവൻ ഒരുങ്ങണം, തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയണം. അവൻ്റെ മനസ്സിൽ, യേശുവിനെ അനുഗമിക്കാൻ ഉദ്ദേശിക്കുന്നവരുടെ മനസ്സിൽ ഭൗതിക വസ്തുക്കളോടുള്ള ഈ വലിയ ഒരു പിടി ഉണ്ടാകരുത്, ഒരു താല്പര്യം ഉണ്ടാകരുത്.
അവൻ ക്രൂശ് എടുത്തുകൊണ്ട് യേശുവിനെ അനുഗമിക്കുവാനാണ് പറയുന്നത്. ഇവിടെ അയാളുടെ പ്രശ്നം ലോകമയത്വവും ലോകത്തിൻ്റെ സ്നേഹവും അയാളുടെ മേലുണ്ടായിരുന്നു. ഭൂമിയിലുള്ള സ്വത്തും സമ്പത്തുമായിരുന്നു അവൻ്റെ മുഖ്യമായ വിഷയം. എന്നാൽ 22-ാം വാക്യത്തിൽ വരുമ്പോൾ ദുഃഖകരമായ കാര്യം അവിടെ കാണുന്നു. എന്താണ്? അവൻ വളരെ സമ്പത്തുള്ളവനാകൊണ്ട് ഈ വചനത്തിങ്കൽ വിഷാദിച്ച് ദുഃഖിതനായി പോയി കളഞ്ഞു. വെരി സാഡ് ഇൻസ്റ്റൻസ്, വെരി സാഡ് തിങ്. വളരെ ദുഃഖകരമായ കാര്യമാണ്. അവൻ യേശുവിൻ്റെ വാക്ക് കേട്ട് അവൻ ദുഃഖിതനായി പോയി. അവനെ സംബന്ധിച്ചൊരു ചോയ്സ് ഉണ്ടായിരുന്നു, ഒരു തിരഞ്ഞെടുപ്പ് അവൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. അവൻ എന്താ തിരഞ്ഞെടുത്തത്? അവൻ യേശുവിനെ ഉപേക്ഷിച്ചു, തൻ്റെ സ്വത്തിനെ തിരഞ്ഞെടുത്തു. അത് ഭോഷത്തരമായ ഒരു തിരഞ്ഞെടുപ്പായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ മുമ്പിൽ ഒരു ചോയ്സ് ഉണ്ട്, ഒരു തിരഞ്ഞെടുക്കാനുള്ള കാര്യം. 1, 2, 3 കാര്യങ്ങൾ കാണും. ദൈവത്തിൻ്റെ കാര്യങ്ങൾ, ദൈവരാജ്യവും നീതിയും നാം തിരഞ്ഞെടുക്കുമോ? ദൈവത്തിന് മുഖ്യത്വം കൊടുക്കുമോ? ദൈവരാജ്യത്തിന് 1-ാം സ്ഥാനം കൊടുക്കുമോ? ഇവിടെ ഈ ചെറുപ്പക്കാരൻ അവൻ്റെ സ്വത്തും ധനവും ചൂസ് ചെയ്തു, തിരഞ്ഞെടുത്തു, യേശുവിനെ ഉപേക്ഷിച്ചു. അവൻ ദുഃഖിതനായി പോയി കളഞ്ഞു. അവൻ ആത്മീയ നഷ്ടം പറ്റിയവനായിട്ടാണ് പോയത്. പിന്നെ അവനെക്കുറിച്ച് നാം ബൈബിളിൽ ഒന്നും വായിക്കുന്നില്ല. ബൈബിളിൽ പണത്തിന് വേണ്ടി അന്വേഷിച്ച് പോയി അവസാനം ദുഃഖകരമായി അവസാനിച്ച അനേകം പേരുടെ ചരിത്രങ്ങൾ ബൈബിളിലുണ്ട്. 2 പേരുടെ പേര് പറയാം. ഒരാൾ ഗേഹസിയാണ്, പഴയ നിയമത്തിലെ ഗേഹസി. ഒടുവിൽ പണസ്നേഹ നിമിത്തം അവൻ്റെ ആയുഷ്കാലം, അവൻ്റെ കുടുംബത്തിൽപ്പെട്ട എല്ലാവർക്കും തലമുറയോളം കുഷ്ഠരോഗം ബാധിച്ചു. അത് ശാപകരമായൊരു കാര്യമാണ് എന്ന് നമുക്കറിയാം. പൗലോസ് അപ്പോസ്തലൻ്റെ ശിഷ്യനായിരുന്ന ദേമാസിനെ കുറിച്ചും നാം അത് വായിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ ഒരിടത്ത് പറയുന്നു, ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. അവിടെ ബിസിനസ് ചെയ്യാനും പണം ഉണ്ടാക്കാനും വേണ്ടി, സ്വത്തുണ്ടാക്കാൻ വേണ്ടി എന്നെ വിട്ട് സുവിശേഷത്തെ ഉപേക്ഷിച്ച് ദേമാസ് പോയി എന്ന് പറയുന്നു. ദേമാസിൻ്റെ ചോയ്സ് തെറ്റായ ചോയ്സ് ആയിരുന്നു. ഗേഹസിയുടെ തിരഞ്ഞെടുപ്പ് തെറ്റായതായിരുന്നു. അങ്ങനെ ഈ ചെറുപ്പക്കാരൻ സങ്കടത്തോടെ യേശുവിനെ വിട്ട് പോയി. നാം ബൈബിളിൽ വായിക്കുന്നു, 1 തിമോത്തിയോസ് 6-ാം അധ്യായത്തിൽ, ദ ലവ് ഓഫ് മണി ഈസ് ദ റൂട്ട് ഓഫ് ഓൾ ഈവിൾ. ദ്രവ്യാഗ്രഹം അഥവാ പണസ്നേഹം സകലവിധ ദോഷങ്ങൾക്കും കാരണമാകുന്നു എന്ന് ബൈബിളിൽ നാം വായിക്കുന്നു. അത് നമ്മെ സംബന്ധിച്ചും ശരിയാണ്. ഇന്ന് വൈകുന്നേരം ഈ വചനങ്ങളെ കേൾക്കുമ്പോൾ ശരിയായ തിരഞ്ഞെടുപ്പുകൾ നടത്തുവാനായിട്ട് നിങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കുമോ? ദൈവമേ, ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ, ഈ ലോകത്തെയും അതിൻ്റെ നേട്ടങ്ങളെയും തള്ളിക്കളയുവാനും തള്ളി പറയുവാനും കർത്താവിനെ സ്നേഹിപ്പാനും യേശുവിൻ്റെ മാർഗത്തിൽ മുറുകെ പിടിച്ച് മുമ്പോട്ട് പോകാനും എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മുമ്പോട്ട് പോകാം. അടുത്ത 3-4 വാക്യങ്ങൾ വായിക്കാം. അവിടെ സമ്പത്തിൻ്റെ അപകടങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ദ പെറിൽ ഓഫ് വെൽത്ത്. 23 മുതൽ 27 വരെ നോക്കുക. യേശു ചുറ്റും നോക്കി തൻ്റെ ശിഷ്യന്മാരോട്, സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം എന്ന് പറഞ്ഞു. അവൻ്റെ ഈ വാക്കിനാൽ ശിഷ്യന്മാർ വിസ്മയിച്ചു. എന്നാൽ യേശു പിന്നെയും, മക്കളെ, സമ്പത്തിൽ ആശ്രയിക്കുന്നവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം. ഇവിടെ നോക്കിയാൽ ഈ 2 വാക്യങ്ങളിലും യേശു ഒരേ കാര്യത്തിന് 2 വശമാണ് പറയുന്നത്. സമ്പത്തിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. രണ്ട് ലെവലിലാണ് കാര്യങ്ങൾ. ഒന്ന്, സമ്പത്ത് ഉണ്ടായിരിക്കുക. പലർക്കും, പല ആളുകൾക്കും അവർ ജന്മനാ സമ്പത്തുള്ളവരാണ്. അവരുടെ പൂർവ്വപിതാക്കന്മാരൊക്കെയും സമ്പാദിച്ചു വെച്ച പണമുണ്ട്. അവർ സമ്പന്നരായിട്ട് ജനിക്കുന്നു, അവർക്ക് സമ്പത്തുണ്ട്. അത് ദോഷമല്ല, അത് പാപമല്ല. എന്നാൽ ഇവിടെ യേശു 2 കാര്യങ്ങൾ പറയുന്നു. 1, സമ്പത്തുണ്ടായിരിക്കുക. 2, സമ്പത്തിൽ ആശ്രയിക്കുക. 24-ാം വചനത്തിൽ സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ എന്നാണ് യേശു അവിടെ പറയുന്നത്. ദോസ് ഹു ട്രസ്റ്റ് ഇൻ റിച്ചസ്. സമ്പത്തിൽ ആശ്രയം വെക്കുക. അത് നമ്മുടെയൊക്കെ ഒരു പ്രശ്നമാണ്, സകല മനുഷ്യരുടെയും പ്രശ്നമാണ്. നമ്മുടെ മുമ്പിലുള്ള ചോദ്യം, നിന്റെ ആശ്രയം എവിടെയാണ്? പണത്തിലാണോ അതോ ദൈവത്തിലാണോ? ഈ ധനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അത് കേവലം ഇന്ത്യൻ റുപ്പീസോ അല്ലെങ്കിൽ US ഡോളറോ ഇതൊന്നും മാത്രമല്ല ഈ ധനം എന്ന് പറയുന്നത്. സമ്പത്തുള്ളവർക്ക് ദൈവരാജ്യത്തിൽ കടക്കുവാൻ വിഷമമാണ്. എന്നിട്ട് അതിൻ്റെ ദൃഷ്ടാന്തം കൂടെ പറഞ്ഞു 25-ാം വാക്യത്തിൽ, ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയോടെ കടക്കുന്നത് എളുപ്പം എന്ന് ഉത്തരം പറഞ്ഞു. അത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഒരു വലിയ ഒട്ടകത്തിന് സൂചിക്കുഴയിലൂടെ എങ്ങനെ കടക്കാൻ സാധിക്കും? അത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ യേശു പറഞ്ഞു, ഒട്ടകത്തിന്
സൂചിക്കുഴലിലൂടെ കടക്കാൻ കഴിയണമെങ്കിൽ അതൊരു നൂല് പോലെ അത് ചെറുതായി തീരണം. നമുക്കും ദൈവരാജ്യത്തിൽ കടക്കുവാനുള്ള മാർഗം നമ്മെ തന്നെ എളിമപ്പെടുത്തുക, ചെറുതാകുക എന്നുള്ളതാണ്. ഇവിടെ റിച്ചസ് അഥവാ ധനം എന്ന് പറയുമ്പോൾ പണവും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, ധനം, പിന്നെ വസ്തുവകകൾ, നമ്മുടെ പ്രശസ്തി, നമ്മുടെ അധികാരം, നമ്മുടെ ആരോഗ്യം, സൗന്ദര്യം, വിദ്യാഭ്യാസം, മക്കൾ, കുടുംബം, ഇതെല്ലാം ഓരോ രീതിയിൽ നമ്മുടെ ധനമാണ്. ഈ കാര്യങ്ങളിൽ നാം ആശ്രയം വയ്ക്കരുത്. ഇത് പലതും അനുവദനീയമാണ്, നമ്മെ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ധനവാന്മാരെ സംബന്ധിച്ച് ഈ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർ അതിലങ്ങ് റിലൈ ചെയ്യുന്നവരാണ്, ആശ്രയിക്കുന്നവരാണ്. ഇതൊക്കെ കൊണ്ട് അവരുടെ കാര്യം നടക്കും എന്നവർ വിചാരിക്കുന്നു. സെൽഫ് റിലയൻ്റ് ആണ്. അപ്പോൾ 27-ാം വാക്യത്തിൽ ശിഷ്യന്മാർ ചോദിച്ചു, രക്ഷിക്കപ്പെടാൻ ആർക്ക് കഴിയും? 27-ാം വാക്യം, ദൈവത്തിന് സകലവും സാധ്യമല്ലോ എന്ന് യേശു അവരോട് പറഞ്ഞു. ദൈവത്തിന് സകലവും സാധ്യമാണ്. ദൈവത്തിൻ്റെ ശക്തി നമുക്ക് മതിയായതാണ്. ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യം നോക്കുക. പൗലോസ് അപ്പോസ്തലൻ്റെ സാക്ഷ്യമാണ്. എന്നെ ശക്തനാക്കുന്നവന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. യെസ്, ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ഹിം ഹൂ സ്ട്രെങ്തൻസ് മീ. എനിക്ക് ശക്തി നൽകുന്ന എൻ്റെ ദൈവം, കർത്താവായ യേശു ക്രിസ്തുവിലൂടെ എനിക്ക് എല്ലാം ചെയ്യുവാൻ സാധിക്കും. അതിനോട് കൂടെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ദൈവത്തിന് സകലവും സാധ്യമാണ്. ധനമോ അല്ലെങ്കിൽ ദാരിദ്ര്യമോ ഇത് ഒന്നും തെളിയിക്കുന്നില്ല. ദൈവത്തിന് നമ്മോട് വലിയ പ്രസാദമാണെന്ന് ധനമുള്ളത് കൊണ്ട് തെളിയുന്നില്ല. അല്ലെങ്കിൽ ദാരിദ്ര്യമുണ്ടെങ്കിൽ ദൈവം നിങ്ങളോട് വിരോധമാണ് എന്നും തെളിയുന്നില്ല. ധനമുള്ളത് ഒരു അനുഗ്രഹമായിട്ടോ ധനത്തിൻ്റെ ഇല്ലായ്മ ഒരു ശാപമായിട്ടോ നാം ആരും കരുതരുത്. കർത്താവായ യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ വലിയ ധനവാനായിരുന്നില്ല. വളരെ ഞെരുങ്ങി ഒരു പാവപ്പെട്ട ഭവനത്തിലാണ് ജനിച്ചു വളർന്നതും ജീവിച്ചതും. യേശുവിന് വളരെ സ്വത്തൊന്നും പിതാവ് കൊടുത്തില്ല എന്ന് കാണാനായിട്ട് സാധിക്കും. ഒടുവിലുള്ള 2-3 വചനങ്ങൾ കൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. മർക്കോസ് 10-ാം അധ്യായം 28 മുതൽ പത്രോസ് അവനോട്, ഇതാ ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. മത്തായി സുവിശേഷത്തിൽ 19-ന്റെ 27-ാം വചനത്തിൽ വായിക്കുന്നു, പത്രോസ് അവനോട്, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചു. പത്രോസിന് മാത്രമല്ല നമുക്കുമൊക്കെയുള്ള ചിന്തയാണ്, ഞങ്ങൾ കർത്താവിന് വേണ്ടി ജീവിക്കുന്നു, ഞങ്ങൾക്ക് എന്ത് കിട്ടും. പലപ്പോഴും സ്വാർത്ഥപരമായ ഒരു താല്പര്യമാണ് അതിൻ്റെ പുറകിലുള്ളത്. എങ്കിലും പത്രോസിൻ്റെ ചോദ്യത്തിന് യേശു നല്ലൊരു മറുപടി കൊടുത്തു. അവനെ കുറ്റപ്പെടുത്തിയൊന്നുമില്ല. യേശു പത്രോസിനോട് പറഞ്ഞു, നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ നിങ്ങൾക്ക് നിത്യജീവൻ കിട്ടും, അവിടെ നിങ്ങൾക്ക് അധികാരം കിട്ടും, നിങ്ങൾ ന്യായാധിപന്മാരായി മറ്റുള്ളവരെ ന്യായം വിധിക്കുന്നവരായിട്ട് നിങ്ങൾക്ക് അവസരം കിട്ടും എന്നൊക്കെ യേശു അവരോട് പറഞ്ഞു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ തന്നെ ഉപദ്രവങ്ങളോട് കൂടെ 100 മടങ്ങ് അനുഗ്രഹങ്ങൾ കിട്ടും. ഭാര്യയെയും മക്കളെയും സഹോദരങ്ങളെയും ഒക്കെ എൻ്റെ നിമിത്തം ഉപേക്ഷിക്കേണ്ടി വന്നവർക്ക് 100 മടങ്ങ് വീടുകളെയും സഹോദരങ്ങളെയും ഒക്കെ ദൈവം കൊടുക്കും എന്ന് യേശു ഇവിടെ പറയുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? ആക്ഷരികമായി നോക്കിയാൽ ദൈവം നമുക്ക് അനേകം ആത്മീയ സഹോദരങ്ങളെ, കുടുംബങ്ങളെ നമുക്ക് നൽകുന്നു. നമുക്ക് നല്ല ആത്മീയ കൂട്ടായ്മയും അനേകം ദൈവമക്കളെ നമുക്ക് കൂട്ടായ്മയ്ക്കായിട്ട് ദൈവം നൽകിയിട്ടുണ്ട്. നമ്മുടെ സ്വന്തം സഹോദരന്മാരെക്കാളൊക്കെ നമ്മുടെ കൂടെ നിൽക്കുകയും നമ്മെ സ്നേഹിക്കുകയും ചെയ്യുന്ന, കരുതുന്ന നല്ല ആത്മീയ സ്നേഹിതരെ, സഹോദരങ്ങളെ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. 31-ാം വാക്യം നോക്കുക. അവിടെ റിവേഴ്സലാണ് പറയുന്നത്. കാര്യങ്ങളെ നേരെ തിരിക്കും, എങ്കിലും മുൻപന്മാർ പലരും പിൻപന്മാരായി തീരും, പിൻപന്മാർ മുൻപന്മാരുമാകും എന്ന് പറഞ്ഞു. എന്താണ് അതിൻ്റെ അർത്ഥം? മുൻപന്മാർ പിൻപന്മാരാകും. ഈ ലോകത്തിലെ നേട്ടങ്ങളും സ്വത്തും എല്ലാം വെച്ച് മുമ്പിൽ നിന്ന ആളുകൾ ദൈവരാജ്യത്തിൽ ചെല്ലുമ്പോൾ അവർക്കൊന്നും കാണത്തില്ല. അവർ വളരെ ചെന്നാൽ തന്നെ അവർക്ക് ഒന്നും ഉണ്ടാവത്തില്ല. അവർ കൈയും വീശിയായിരിക്കും ചെല്ലുന്നത്. എന്നാൽ ഈ ഭൂമിയിൽ പിൻപന്മാരായി തങ്ങളെ തന്നെ എളിമപ്പെടുത്തി ദൈവരാജ്യത്തിന് വേണ്ടി കഷ്ടം സഹിച്ച് ജീവിക്കുന്ന മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആയിരിക്കുന്നവർ ദൈവരാജ്യത്തിൽ മുൻപിൽ നിൽക്കും. ദൈവം അവർക്ക് വലിയ പ്രതിഫലങ്ങൾ നൽകും. ഞാനും നിങ്ങളും ദൈവരാജ്യത്തിൽ നഷ്ടം പറ്റിയവരായി തീരുമോ? നാം ഈ ലോകത്തിൻ്റെ സുഖ സൗകര്യങ്ങളും മാന്യതയും അന്വേഷിക്കുന്നവരാണോ? അങ്ങനെയെങ്കിൽ ദൈവരാജ്യത്തിൽ നാം പിൻപന്മാരായി തീരും. താഴ്മയോടെ ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ചാൽ നാം ദൈവരാജ്യത്തിൽ വലിയവരായിത്തീരും. ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കാനും അവരുടെ നിന്ദ വഹിക്കുവാനും നമുക്ക് തീരുമാനിക്കാം. ദൈവരാജ്യത്തിൽ മുമ്പിൽ നിൽക്കുവാനായിട്ട്
ഈ ഭൂമിയിൽ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നേറാം. കർത്താവ് നമ്മെ ആ കാര്യത്തിന് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ.